ഗൈസ്, വെൽക്കം ബാക്ക് ടു നന്ദാസ് ക്രേസി യൂണിവേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ സൈലം എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു. അതായത് അവരുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെയാണെന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുക്കാം. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പം ഞാൻ വിചാരിച്ചു സൈലത്തിൽ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് ആദ്യം ഞാൻ പറയാം. ഹിന്ദിയിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ 3rd യൂണിറ്റ് വരെ എത്തി. മാത്സിൽ 3rd ചാപ്റ്റർ, ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലും 2 ചാപ്റ്റേഴ്സ്, ബയോളജിയിൽ 2 ചാപ്റ്റർ, ഫസ്റ്റും സെക്കൻഡും ചാപ്റ്റർ കഴിഞ്ഞു. ഫിസിക്സിൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ കുറച്ചും കൂടെ ഉണ്ട്. ഇംഗ്ലീഷിലും ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കഴിഞ്ഞു. സ്കൂള് തുറക്കുമ്പോഴേക്കിനും എല്ലാ സബ്ജക്റ്റിലും 2 ചാപ്റ്റേഴ്സ് വീതം കഴിഞ്ഞിട്ടുണ്ടാവും. മാത്സിൽ 3 കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെയായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്. അതായത് കഴിഞ്ഞ വർഷം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ ഈ ഇയർ ഞാൻ നേരത്തെയാണ് ജോയിൻ ചെയ്തത്. അതായത് ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അമ്മ വീട്ടിലേക്കൊക്കെ നിൽക്കാൻ പോകുമല്ലോ. അങ്ങനെ ഞാൻ നിൽക്കാൻ പോയപ്പോൾ ക്ലാസ്സസ് അതുവരെ പെൻഡിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിൽക്കാൻ പോയി വന്നപ്പോൾ കുറച്ച് ക്ലാസ്സസ് പെൻഡിങ് ആയി. അപ്പോൾ ചെറിയൊരു ലാഗ് വന്നു. അപ്പം അതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഞാൻ രണ്ടാമത് വീണ്ടും നിൽക്കാൻ പോയി. അത് 2 ദിവസം നിന്നുകൊണ്ട് അധികം ക്ലാസ്സസ് ഒന്നും പെൻഡിങ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ തീർത്ത് ഇപ്പം ഞാൻ ആശ്വാസത്തിലിരിക്കുകയാണ്. ഇപ്പം അങ്ങനെ അധികം പെൻഡിങ്ങുകളൊന്നും ഇല്ല. ഇനി ഞാൻ എൻ്റെ സൈലം എക്സ്പീരിയൻസ് പറയാം. അത് അവർ പഠിപ്പിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവാറുണ്ട്. എനിക്ക് മനസ്സിലാവാറുണ്ട് കേട്ടോ. പിന്നെ ലൈവ് പറയുന്നത് രാവിലെ ഉണ്ടാവും, ഉച്ചയ്ക്കും ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും. 3 ലൈവാണ് ഒരു ദിവസം ഉണ്ടാവുക. ചില ദിവസം ഇങ്ങനെ ടൈമൊക്കെ മാറും. അതേപോലെ തന്നെ ചില ദിവസം 2 ഉണ്ടാവും, ചില ദിവസം 4 ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷെ എപ്പോഴും ഒരു കറക്റ്റ് ഇതിൽ പോവാൻ 3 ക്ലാസ്സുകൾ വെച്ചിട്ടാണ്. എപ്പോഴെങ്കിലും ഒക്കെ മാറ്റാറുള്ളൂ. പിന്നെ ലൈവ് 1.5 മണിക്കൂറാണ് ഉണ്ടാവുക. മാക്സിമം അവർ 1.5 മണിക്കൂറാണ് എടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ആ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് DPP പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടാവും. ആ ക്ലാസ്സിൽ എന്താണോ പഠിപ്പിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ടൈം അവിടെ റൺ ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മളിങ്ങനെ ആ ഒരു ടൈം എത്ര സമയം കൊണ്ടാണ് നമ്മൾ ആ ഒരു എക്സാം ചെയ്ത് തീർത്തത്, അപ്പോൾ നമുക്ക് ആ ടോപ്പിക്ക് എത്രത്തോളം അറിയാമെന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ വേഗം ചെയ്ത് തീർക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, എനിക്ക് ഈ ടോപ്പിക്ക് അത്യാവശ്യം അറിയാം, ഇത് പെട്ടെന്ന് ഇത് കണ്ടാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ മനസ്സിലാവും. അത് നമുക്ക് റിപ്പീറ്റ് ആക്കി ചെയ്യാനും പറ്റും. പിന്നെ അവർ നമുക്ക് ആ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് അപ്പം തന്നെ നമുക്കത് അവർ തരും. അതുപോലെ തന്നെ പേൾ വീഡിയോസ് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇപ്പം ലൈവിൽ ചെയ്ത ക്ലാസ്സസ് പറയുമ്പം 2-3 ടോപ്പിക്സൊക്കെ ചിലപ്പോൾ ഒപ്പം അവർ എടുക്കാറുണ്ട്. പക്ഷെ പേൾ വീഡിയോ എന്ന് പറയുന്ന സംഭവത്തിൽ അവർ ഒരു ടോപ്പിക്ക് നല്ല എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാറ്. പിന്നെ പേൾ വീഡിയോൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ മെറ്റീരിയൽ നോട്ട്സ് പറഞ്ഞ സംഭവമുണ്ട്. അതായത് മൈൻഡ് മാപ്പ് ഇൻസ്റ്റാലേൺ എന്നാണ് പേര്. അതായത് ഷോർട്ട് നോട്ടായിട്ട് പഠിക്കാൻ പറ്റുമെന്ന്. അതാണ് മൈൻഡ് മാപ്പ്. ഇൻസ്റ്റാലേൺ എന്ന് പറയുമ്പം ആ ഒരു ചാപ്റ്ററിൻ്റെ കറക്റ്റ് നോട്ട്. അപ്പോൾ അത് രണ്ടൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം ആ ചാപ്റ്റർ നല്ല മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ ക്ലാസ് ഭയങ്കര വൈബാണ്. അതായത് നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അത് ഭയങ്കര ടഫാണെന്നൊന്നും തോന്നില്ല. കാരണം അവർ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചെങ്കിൽ പിന്നെ അവർ പാട്ട്, ഡാൻസ്, ഓരോ തമാശകൾ അങ്ങനെ പറഞ്ഞ ഒരു വൈബായിട്ട് നമുക്കിങ്ങനെ പഠിക്കാണെന്ന് തന്നെ തോന്നൂല സത്യം പറഞ്ഞാൽ. പക്ഷെ അവർ നന്നായിട്ട് പഠിപ്പിക്കും. അവരുടെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും. പിന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാലും യൂണിറ്റ് ടെസ്റ്റ് പോലെ നടത്താറുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ സൈലം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് നല്ല പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ എങ്ങനെ പഠിച്ചാലും, അതായത് ഓഫ്ലൈനായിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചാലും നമ്മൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ മാർക്ക് റിസൾട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ സൈലം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. ബൈ.